ഹായ് ഫ്രണ്ട്സ്, കൺസ്യൂമേഴ്സ് മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നാമൊക്കെ സ്വന്തമായി വാഹനങ്ങളുള്ളവരോ അല്ലെങ്കിൽ ടാക്സി വിളിച്ചോ ഒന്നുമല്ലെങ്കിൽ മറ്റ് നമ്മുടെ സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ ഒക്കെ കൂടെ പല ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യാറുണ്ട്. ഈ യാത്രയൊക്കെ പോകുമ്പോൾ നമുക്കൊക്കെ നേരിടേണ്ടി വരുന്ന ഒരു വലിയ പ്രശ്നം വാഹന പാർക്കിംഗ് ആണ്. പാർക്കിംഗ് ഫോർ കസ്റ്റമേഴ്സ് എന്ന ബോർഡ് കണ്ടുകൊണ്ട് നമ്മൾ അവിടെ പാർക്ക് ചെയ്ത ശേഷം ഷോപ്പിങ്ങിനോ അല്ലെങ്കിൽ ഹോട്ടലിലേക്കൊക്കെ കയറിയ ശേഷം തിരിച്ച് ഇറങ്ങി വരുമ്പോൾ അനധികൃതമായി നാം പാർക്ക് ചെയ്തു എന്ന പേരിൽ നമ്മോട് ഫൈൻ ഈടാക്കാറുണ്ട്. പലപ്പോഴെങ്കിലും ഇങ്ങനെയൊരു അനുഭവം നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഹോട്ടൽ ഉടമയ്ക്ക് അല്ലെങ്കിൽ സ്ഥാപന ഉടമയ്ക്ക് പാർക്കിംഗ് ഫോർ കസ്റ്റമേഴ്സ് എന്ന ബോർഡ് റോഡിൽ സ്ഥാപിക്കാൻ അനുവാദമുണ്ടോ? എന്താണ് അനധികൃതമായ പാർക്കിംഗ്? എന്താണ് അധികൃതമായ പാർക്കിംഗ്? നിങ്ങൾക്കറിയാമോ? ഇല്ല എങ്കിൽ ഇന്നത്തെ വീഡിയോ അതിനെപ്പറ്റിയാണ്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള നിയമപരമായ അറിവുകൾ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള അറിവുകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ ഷെയർ ചെയ്യുക. പലപ്പോഴും അനധികൃത പാർക്കിങ്ങിന് പിഴയടയ്ക്കേണ്ടി വരുമ്പോൾ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിനാൽ എന്താണ് നിയമപരമായ പാർക്കിംഗ് എന്നും നിയമപരമല്ലാത്ത പാർക്കിംഗ് എന്നും നാം മനസ്സിലാക്കി വെച്ചാൽ ഈ തർക്കങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കാനായി സാധിക്കും. വാഹന പാർക്കിംഗ് എന്നാൽ എന്താണെന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. ചരക്കുകളോ യാത്രക്കാരെയോ കയറ്റുന്നതിനും ഇറക്കുന്നതിനും ഒഴികെ മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക് ഒരു വാഹനം നിശ്ചലാവസ്ഥയിൽ കിടക്കുന്നതും 3 മിനിറ്റിൽ കൂടുതൽ സമയം നിർത്തിയിടുന്നതും പാർക്കിങ്ങിൻ്റെ നിർവചനത്തിൽ വരുന്നു. മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻ ക്ലോസ് 2J ആണ് അതിൻ്റെ നിയമം. മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻ 2017 പ്രകാരം എവിടെയൊക്കെയാണ് പാർക്കിംഗ് നിരോധിച്ചിട്ടുള്ളതെന്ന് നമുക്ക് പരിശോധിക്കാം. റോഡിൻ്റെ വീതി കുറവുള്ളതോ കാഴ്ചയ്ക്ക് തടസ്സമുള്ളതോ ആയ ഭാഗത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടുള്ളതല്ല. കൊടും വളവിലോ വളവിന് സമീപത്തോ പാർക്ക് ചെയ്യാൻ പാടില്ല. ആക്സിലറേഷൻ ലൈനിലോ ഡീസിലറേഷൻ ലൈനിലോ വാഹനങ്ങൾ പാർക്ക് ചെയ്യരുത്. റെയിൽവേ ക്രോസിങ്ങിൽ, ബസ് സ്റ്റോപ്പ്, ആശുപത്രി, സ്കൂൾ എന്നിവയുടെ പ്രവേശന കവാടത്തിലും പെഡസ്ട്രിയൽ ക്രോസിങ്ങിലോ അതിനു മുൻപുള്ള 5 മീറ്ററിലോ വാഹന പാർക്കിംഗ് നിരോധിച്ചിട്ടുണ്ട്. ട്രാഫിക് ലൈറ്റ്, സ്റ്റോപ്പ് സൈൻ, ഗിവ് വേ സൈൻ എന്നിവയുടെ 5 മീറ്ററിനുള്ളിൽ അല്ലെങ്കിൽ മറ്റ് ഡ്രൈവർമാർക്ക് സിഗ്നലുകൾ കാണാൻ കഴിയാത്ത വിധത്തിൽ വാഹനങ്ങൾ നിർത്താൻ പാടില്ല. ബസ് സ്റ്റാൻഡുകളിൽ ബസ്സുകളല്ലാത്ത വാഹനങ്ങൾക്ക് നിർത്താൻ പാടില്ല. റോഡിൽ വരച്ചിട്ടുള്ള മഞ്ഞ ബോക്സ് മാർക്കിലോ റോഡരികിലെ മഞ്ഞ വരയിലോ നോൺ സ്റ്റോപ്പിംഗ്, നോ പാർക്കിംഗ് സൈൻ ബോർഡ് സ്ഥാപിച്ചിട്ടുള്ള സ്ഥലങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യരുത്. പരമാവധി വേഗത മണിക്കൂറിൽ 50 കിലോമീറ്ററോ അതിൽ കൂടുതലോ ആയി നിശ്ചയിച്ചിട്ടുള്ള മെയിൻ റോഡിലോ റോഡിൻ്റെ മറ്റ് ഭാഗങ്ങളിലോ ഫുട്പാത്ത്, സൈക്കിൾ ട്രാക്ക്, പെഡസ്ട്രിയൽ ക്രോസിംഗ് എന്നിവിടങ്ങളിൽ വാഹന പാർക്കിംഗ് നിരോധിച്ചിട്ടുണ്ട്. ഒരു ഇൻ്റർസെക്ഷനിലോ ഇൻ്റർസെക്ഷൻ്റെ അരികിൽ നിന്ന് 50 മീറ്റർ മുമ്പോ ശേഷമോ ഒരു പാർക്കിംഗ് ഏരിയയിലേക്കുള്ള പ്രവേശന വഴി തടസ്സപ്പെടുത്തുന്ന രീതിയിലും പാർക്കിംഗ് നിരോധിച്ചിട്ടുണ്ട്. തുരങ്കത്തിലെ ബസ് ലൈനിലെ ഒരു വസ്തുവിലേക്കുള്ള പ്രവേശന വഴിയിലും പുറത്തേക്കുള്ള വഴിയിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യരുത്. ഒരു സ്ഥാപനത്തിൻ്റെ വഴി തടസ്സപ്പെടുത്തുന്ന രീതിയിൽ വാഹനം പാർക്ക് ചെയ്യാൻ പാടുള്ളതല്ല. ഏതെങ്കിലും വാഹനത്തിന് തടസ്സമുണ്ടാകുന്ന വിധത്തിലോ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിലോ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനത്തിന് സമാന്തരമായോ പാർക്കിംഗ് അനുവദിച്ചിട്ടില്ല. പാർക്കിംഗ് അനുവദിച്ചിട്ടുള്ള നിശ്ചിത സമയത്തിന് ശേഷം ആ സ്ഥലത്ത് പാർക്ക് ചെയ്യാൻ പാടില്ല. ഏതെങ്കിലും പ്രത്യേക തരം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ അനുവദിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ ആ തരത്തിലുള്ള വാഹനങ്ങൾ മാത്രമേ പാർക്ക് ചെയ്യാൻ പാടുള്ളൂ. വികലാംഗർ ഓടിക്കുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാൻ അനുവദിച്ചിട്ടുള്ള സ്ഥലത്ത് മറ്റു വാഹനങ്ങൾ പാർക്ക് ചെയ്യരുത്. ഏതെങ്കിലും പ്രത്യേക രീതിയിൽ പാർക്ക് ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുള്ള സ്ഥലത്ത് അതിന് വിരുദ്ധമായ രീതിയിലോ കൂടുതൽ സ്ഥലമെടുക്കുന്ന രീതിയിലോ മേൽപ്പറഞ്ഞ സ്ഥലങ്ങളിൽ നോ പാർക്കിംഗ് സ്ഥാപിച്ചിട്ടില്ലെങ്കിൽ പോലും പാർക്ക് ചെയ്യാൻ പാടുള്ളതല്ല. ഇപ്പോൾ മനസ്സിലായില്ലേ പാർക്ക് ചെയ്യരുതാത്ത സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന്? ഇനിയുമെങ്കിലും ആലോചിക്കുക.
നാം പാർക്ക് ചെയ്യുന്നതൊക്കെ യഥാർത്ഥമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ട സ്ഥലത്ത് തന്നെ ആണോ എന്ന്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഇതുപോലുള്ള നിയമപരമായ അറിവുകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള അറിവുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കാൻ ഈ ചാനൽ ഷെയർ ചെയ്യുക.